ഹലോ, അപ്പോൾ ഈ കാണുന്നതാണ് ഹ്യുണ്ടായി എക്സ്റ്റർ SX എന്ന് പറയുന്ന SX ഓപ്ഷണൽ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൻ്റെ പ്രോ വേരിയൻറ്റ്. ഇത് പ്രോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ എഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അതൊരു ഡീകോഡാണ്. ഫുള്ളി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ എന്തൊക്കെ അഡീഷൻസ് പ്രോ വേരിയൻറ്റും നോർമൽ വേരിയൻറ്റുമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എനി ഹ്യുണ്ടായി വെഹിക്കിൾസ് ലൈക്ക് വെന്യൂ, i20, ഈവൻ ദ ടുസോൺ, കോൺടാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രണ്ട് പ്രൊഫൈൽ കമ്പയർഡ് ടു നോർമൽ വേരിയൻറ്റ് ഒരു സ്റ്റാൻഡേർഡ് SX ഓപ്ഷണൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് എച്ച് ഷേപ്പിലെ DRLs ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എക്സ്റ്ററിൻ്റെ ബാഡ്ജ് ഇവിടെ ബമ്പേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ലോഗോ 2Dയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വലിയ ചേഞ്ചസ് ഒന്നും ഫ്രണ്ടിലില്ല. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ക്രോം സറൗണ്ടിങ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. സ്കിഡ് പ്ലേറ്റ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. സ്ക്രൂവിൻ്റെയൊക്കെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് ഒറിജിനൽ. സോ ഫ്രണ്ട് പ്രൊഫൈൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ദിസ് ഇസ് എ ബ്ലാക്ക് ഷെയ്ഡ്, ഒരു പുതിയ കളർ സ്കീമെന്നും വേണമെങ്കിൽ പറയാം. ഐ തിങ്ക് എക്സിസ്റ്റിംഗ് നമ്മളുടെ എക്സ്റ്ററിനകത്ത് ഓഫർ ചെയ്യുന്ന കളറും കൂടെയാണ്. സോ സൈഡ് പ്രൊഫൈലിൽ പോയാൽ നമുക്ക് 2 അഡീഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ പുതിയ ക്ലാഡിങ്സ് വന്നിട്ടുണ്ട്. പുതിയ ക്ലാഡിങ്സ് എന്ന് പറയുന്നത് മുമ്പ് ക്ലാഡിങ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ സ്ക്രൂവിൻ്റെ ഷേപ്പ് ഇത്രയും കൂടെ ഓഫ് റോഡ് വൈബ് കൂടെ തരാൻ വേണ്ടിയാണ് ഈ ഒരു സ്ക്രൂവിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഫേക്ക് എന്നല്ല, ഇറ്റ്സ് നോട്ട് ഒറിജിനൽ. ജസ്റ്റ് ഒരു നമ്മളുടെ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് സ്കഫ് പ്ലേറ്റ് സൈഡിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. സൈഡിൽ ക്ലാഡിങ്സ് ആണ്, സിൽവർ ഫിനിഷിലാണ് പോയിരിക്കുന്നത്. അത് അഗ്രസീവായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. സോ ലെങ്ത്തിൻ്റെ കാര്യം പറയാനുള്ള 4 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക്, ബാക്കിൽ ഡ്രം അങ്ങനെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ടയേഴ്സിൻ്റെ കാര്യം പറയുന്നെങ്കിൽ 15 ഇഞ്ച് വീൽസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല അട്രാക്റ്റീവാണ്, യുണീക്ക് ഡിസൈനും കൂടെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 4 സ്പോക്ക് വീൽസാണ് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് തന്നെ നമുക്ക് കീലെസ് എൻട്രി ഓഫർ ചെയ്യുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവർ സൈഡ് ഉള്ളിയാണ് ഇതിനകത്ത് വരുന്നത്. പാസഞ്ചർ സൈഡിൽ ഓഫർ ചെയ്യുന്നില്ല. ഡോർസ് അത്യാവശ്യം ഹെവിയാണ്, നല്ല ഹെവി ആയിട്ടുള്ള ഡോർസാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. ഓറിയംസിൻ്റെ കാര്യം പറയാം, ഓട്ടോ ഫോൾഡിങ് ഓറിയംസ് ആണ് വന്നിരിക്കുക. ഇൻഡിക്കേറ്റേഴ്സും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ല വിൻഡോ ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർ 4 മീറ്റർ കാറ്റഗറിയിൽ നല്ലപോലെ വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടെയാണ് എക്സ്റ്റർ. സോ സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ബിറ്റ്സ് ഒക്കെ കാണാം. നമുക്കിത് ഓൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഡുവൽ ടോൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് മോണോട്ടോൺ. നമുക്ക് റൂഫ് റെയിൽസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സൺറൂഫ് ഇതിനകത്ത് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റീനയും വരുന്നുണ്ട്. ഇതിപ്പം കവർ ചെയ്തിരിക്കുന്നത് ദിസ് ഇസ് ദ കസ്റ്റമർ വെഹിക്കിൾ. രജിസ്ട്രേഷൻ പോലും ആയിട്ടില്ല, അതുകൊണ്ടാണ്. സോ ഇവിടെ നമുക്ക് സ്പോയിലർ വന്നിട്ടുണ്ട്, നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. സോ ബാക്ക് പ്രൊഫൈലിൻ്റെ കാര്യം നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ബാക്കിൽ വരികയാണെങ്കിൽ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, അത് ഈ പ്രോ ബാഡ്ജാണ്. പ്രോ സ്റ്റിക്കർ എന്നാണ് വരുന്നത് എക്സ്റ്ററിൻ്റെ കൂടെയുള്ള. സോ ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ് ഇൻ ദ ബാക്ക് സൈഡ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്. നമുക്ക് SXൻ്റെ ബാഡ്ജും എക്സ്റ്ററിൻ്റെ ബാഡ്ജും ഹ്യുണ്ടായുടെ ലോഗോ എല്ലാം സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ബിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലമെൻസിലാണ് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വൈപ്പേഴ്സ്, ഡീഫോഗേഴ്സ്, വാഷേഴ്സ്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡിഫ്യൂസർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞ ഫേക്ക് സ്ക്രൂസിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് പോയിട്ടുണ്ട്. 2 റിഫ്ലക്റ്റേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയാൻ അണ്ടർ 300 or 350 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പാർസൽ ഷെൽഫും ലൈറ്റ്സും പിന്നെ ഹുക്സും ഓഫർ ചെയ്തിട്ടുണ്ട്. വാർണിംഗ് ട്രയാങ്കിളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. അത് 14 inches ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കും തരുന്നുണ്ട്. സോ നമുക്ക് ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എൻജിൻ ഡീറ്റെയിൽസ് ഇനി ചെക്കൗട്ട് ചെയ്യാം. എൻജിൻ ഓപ്പൺ ചെയ്യുന്ന ലിവർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി എൻജിൻ ഡീറ്റെയിൽസ് നോക്കാം. ഒരു എൻജിൻ ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് CNGയിലും ഈ വണ്ടി അവൈലബിൾ ആണ്. ഇപ്പോൾ കാണുന്ന 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് ആണ്. ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 80 bhp 115 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം 115 ആണ് ഓഫർ ചെയ്യുന്നത്. എക്സാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. ഇൻസുലേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയാം, 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMTയിലും അവൈലബിൾ ആണ്. നിയർലി 20 kilometers ഓഫ് മൈലേജ് എയറായി ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയുള്ള എക്സ്റ്റീരിയറും എഞ്ചിൻ ബേയുടെ കാര്യം. പിന്നെ അതേപോലെ നമ്മൾ ബൂട്ടും ചെക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. ബാക്ക് സീറ്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ബാക്ക് സീറ്റ്സ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ ഡോർ പാനൽസിൽ നിന്ന് തുടങ്ങാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഹെവിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫോർ ദിസ് പ്രൈസ് പോയിൻറ്റ്. ഹാർഡ് പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. സ്പീക്കറും പവർ വിൻഡോവും ഇവിടെ എല്ലാം ഒരു മെറ്റാലിക് സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം
പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സും വന്നിട്ടുണ്ട്. സീറ്റ്സിൻ്റെ അപ്പോൾസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫാബ്രിക് പ്ലസ് ലെതർ അപ്പോൾസ്ട്രിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ദി SX വേരിയൻറ്റ്. അതുകൊണ്ടാണ് നമുക്കിവിടെ നോക്കുക SX ഓപ്ഷണൽ കണക്ട് വേരിയൻറ്റ് തന്നെ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2 ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 സീറ്റ് ബെൽറ്റ്സ് എല്ലാം പാസഞ്ചറിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഐസോഫിക്സ് മൗണ്ട്സും വരുന്നുണ്ട്. ബട്ട് ആം റെസ്റ്റ് ഇതിനകത്ത് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ മാക്സിൻ ഹോൾഡർ കോ പാസഞ്ചർ സീറ്റിൻ്റെ ബാക്കിലേ വരുന്നുള്ളൂ. നമുക്കിവിടെ 2 AC വെൻസ് കാണാം, ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാണാം, പിന്നെ അതേപോലെ റീഡിംഗ് ലാംപ്സും കാണാം, ഗ്രാബ് ഹാൻഡിൽസും കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഇപ്പം ചൂടായിട്ടിരിക്കുന്നു, നല്ല ചൂടാണ്, ഞാൻ വിയർത്ത് വിളിച്ചിരിക്കുകയാണ്. വലുതായിട്ടൊന്നും പറയില്ല, അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ SUV, ഒരു മൈക്രോ SUV ആണ് ഹ്യുണ്ടായി എക്സ്റ്റർ. നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെക്കൗട്ട് ചെയ്യാം. സോ നമുക്കിനി കോപ്പിറ്റ് സൈഡ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം, കോപ്പിറ്റ് വ്യൂ ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെക്കൗട്ട് ചെയ്യാം. സോ ഡോർ പാനൽസ് പറയുന്നത് നമുക്ക് സീറ്റ്സിൻ്റെ കാര്യം പറയാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. റിക്ലൈനും ഫ്രണ്ട് വേ ആൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ ഇവിടെയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന റിലീസ് ലിവർ ഇവിടെയാണ്. എലിമിനേഷൻ ആംബിയൻ ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. ബട്ട് ആംബിയൻ ലൈറ്റിംഗ് ഓഫർ ചെയ്തിട്ടുണ്ട്. ഫുട് വെൽ ലൈറ്റിംഗ് ഞാൻ ഉദ്ദേശിച്ച നോർമൽ പെഡൽസാണ്, ഡെഡ് പെഡൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ ഹെഡ് ലാംപ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചും സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒരു സിൽവർ ഫിനിഷിൽ ഇവിടെ സിൽവർ സറൗണ്ടിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഡോർ പാനൽസിൻ്റെ കാര്യം പറയാം, എല്ലാം ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആണ്. സ്പീക്കേഴ്സ്, ഡോർ പോക്കറ്റ്സ്, വിൻഡോ കൺട്രോൾസ്, ഓവറിംഗ് കൺട്രോൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഡോർ പാനൽസിൻ്റെ കാര്യം അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ്. സോ അകത്തോട്ട് കയറുകയാണെങ്കിൽ വണ്ടി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് നല്ല റിഫൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട് 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട്. സോ നമുക്ക് AC ഒന്ന് ഇടാം, കാരണം അമ്മാതിരി ചൂടാണ്. നല്ല ഇൻസുലേറ്റഡ് ആണ്, ക്യാബിനെല്ലാം വെൽ ഇൻസുലേറ്റഡ് ആണ്. സോ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയാം. ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഓഫർ ചെയ്തിരിക്കുന്ന. ഇതിൻ്റെ എബോ സെഗ്മെൻറ്റിൽ പോലും ചില വണ്ടികളകത്ത് ഓൺ റോഡ് വരുമ്പം സ്റ്റോപ്പ് ആൻഡ് ഓൺ റോഡ് വേരിയൻസ് വരുമ്പോൾ 40 lakhs അടുത്ത് വരുന്നത്. ഏത് വണ്ടിയും ഞാൻ പറയുന്നില്ല, എബോ സെഗ്മെൻറ്റാണ്. അതിനകത്ത് പോലും ലെതർ റാപ്പ് സ്റ്റിയറിംഗിൽ ഓഫർ ചെയ്തിട്ടില്ല ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടും. അത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റാണ്, ഓട്ടോമാറ്റിക് AMT ട്രാൻസ്മിഷൻ്റെ കൂടെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്ന. മീഡിയ കൺട്രോൾസും നമുക്കിവിടെ ക്രൂസ് കൺട്രോളും പിന്നെ അതേപോലെ തന്നെ MID കൺട്രോൾസും കാണിക്കുന്നുണ്ട്. ട്രിപ്പ് A, ട്രിപ്പ് B, അതേപോലെ റീഫ്യൂലിംഗ് ക്വാണ്ടിറ്റി അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പറയും ഞാൻ നമ്മളുടെ യൂസർ സെറ്റിങ്സ് ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിങ് അതുപോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇതെല്ലാം ഇവിടെ മാത്രം ഡിസ്പ്ലേ വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ സ്പീഡും ടോർക്കിൻ്റെയും RPMത്തിൻ്റെയും മീറ്റേഴ്സ് വരുന്നത്. അത് LED-ൻ്റെ ഒരു എഫക്റ്റ്, അത് ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ അത്രയുള്ളൂ ക്ലസ്റ്ററിൻ്റെ കാര്യം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയാൻ ഒരു 8-inch യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഐ തിങ്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ബ്ലൂ ലിങ്കും വരുന്നുണ്ട്. സോ അപ്പോൾ നോർമൽ ഒരു സിസ്റ്റമാണ്. ഐ തിങ്ക് 4 സ്പീക്കർ സെറ്റപ്പാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു UI ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. AC വെൻസ് വന്നിട്ടുണ്ട്. 2 AC വെൻസ് ഇവിടെ ചെറിയൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചസും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. അതും സർപ്രൈസിംഗ്ലി ഈ വണ്ടിക്കകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുക, ടൈപ്പ് C നോർമൽ USB പോർട്സും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് AMT ഗിയർ ബോക്സിൻ്റെ ലിവർ. ഫുൾ ലെതർ ഫിനിഷിലും ഒരു ഗ്ലോസി ബ്ലാക്ക്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും വന്നിരിക്കുന്നു. മെറ്റാലിക് ഫിനിഷും വന്നിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടോട്ട് നോക്കി നല്ലൊരു സിൽവർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല എലിവേറ്റഡ് പൊസിഷനാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന കീസ് നമ്മൾ റെഗുലർ ഹ്യുണ്ടായി വെഹിക്കിൾസിൽ കാണുന്ന സെയിം കീസാണ്. നമ്മൾ കറക്റ്റാ വി ഹാവ് ദി വെന്യൂ ലൈനാണെങ്കിൽ വെന്യൂലാണെങ്കിൽ ഇതേ സെയിം നമ്മൾ കീസാണ്. ലോക്ക് അൺലോക്കും ബൂട്ട് റിലീസിൻ്റെ സ്വിച്ചസ് മാത്രമേ വരുന്നുള്ളൂ. 2 കപ്പ് ഹോൾഡേഴ്സും ഒരു പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഹാൻഡ് ബ്രേക്കാണ്. ക്രോം സറൗണ്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് കീസ് ഇവിടെ വെക്കാവുന്നേ ഉള്ളൂ. സോ ഇവിടെ നോക്കാൻ നമുക്ക് സിൽവർ ഫിനിഷിലെ ഒരു ഡാഷ്ബോർഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡുവൽ ടോൺ ഡാഷ്ബോർഡ് എന്ന് പറയാം. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഈ പ്രൈസ് പോയിന്റ് ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പാണ്. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. ഇവിടെ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈലൊക്കെ സ്റ്റോർ ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ മിറേഴ്സ്. നോർമൽ മിറേഴ്സാണ് വരുന്നത്. IR ഡേ ആൻഡ് നൈറ്റ് വരുന്നുണ്ട്. മാനുവലാണ് വരുന്നത്. ഈ കാണുന്നതാണ് മോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, പാർക്കിംഗ് ക്യാമറ വന്നിട്ടുണ്ട്. പാർക്കിംഗ് ക്യാമറ അല്ല, ഡാഷ് ക്യാം വന്നിട്ടുണ്ട്. അത് നമുക്ക് പുറത്തെ വ്യൂവും നമ്മൾ അകത്തെ വ്യൂ എടുക്കുന്നുണ്ട്. അത് ഇൻബിൽട്ടായിട്ടാണ് ഓഫർ ചെയ്യുന്നത്. അതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നല്ലൊരു ഫീച്ചറാണ്.
സോ ഈ കാണുന്നതാണ് റീഡിംഗ് ലാംപ്സ്. നോർമൽ റീഡിംഗ് ലാംപ്സ് ആണ്. LED അല്ല, നോർമൽ ഹാലജൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സൺറൂഫിൻ്റെ കാര്യം പറയും. സിംഗിൾ പെയിൻ സൺറൂഫാണ് വന്നിരിക്കുന്നത്. ഇപ്പം കവർ ചെയ്തുകൊണ്ട് നമുക്കിത് പുറത്തെ വ്യൂ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ അല്ല, വാനിറ്റി മിറർ വിത്ത് സൺവൈസറിനകത്ത് വാനിറ്റി മിറർ വരുന്നുണ്ട്. കോ പാസഞ്ചർ സൈഡിൽ ഇവിടെ ടോൾ ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. സോ അപ്പോൾ എത്രയൊക്കെയുള്ള ഇൻറ്റീരിയറിൻ്റെ കാര്യം നമുക്കിനി ലൈറ്റ്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ലൈറ്റ്സ് ഫുള്ളി ഓപ്പൺ ചെയ്തിട്ട് ഹസാഡ് വേണ്ട, നമുക്ക് നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഓൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യം ചെക്കൗട്ട് ചെയ്യാം. ലൈറ്റ്സിൻ്റെ കാര്യം നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് നമ്മുടെ DRൻ്റെ ബാക്കിലായിട്ടാണ് പ്ലേസ് ചെയ്യും. ബട്ട് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. H ഷേപ്പിലെ DRLs ഞാൻ പറഞ്ഞല്ലോ ഇതാണ്. ഈ കാണുന്ന പ്രൊജക്റ്റ് ഹെഡ് ലാംപ്സ് ഹാലോജൻ പ്രൊജക്ടേഴ്സാണ്. HID യൂണിറ്റാണ് വന്നിരിക്കുന്നത്. സോ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ഒരു ക്യൂട്ട് ലുക്കിംഗ് മൈക്രോ SUV ആണ് ഹ്യുണ്ടായി എക്സ്റ്റർ. ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ H ഷേപ്പിലെ ടെയിൽ ലാമ്പ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാനത് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. H ഷേപ്പിലെ ടെയിൽ ലാംപ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ H ഷേപ്പ് മാത്രമേ ഉള്ളൂ. LED ബാക്കിയുള്ള ഹാലോജൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞത് ഹാലോജൻ ആണ്. സോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഹ്യുണ്ടായി എക്സ്റ്റർ പ്രോ എന്ന് പറയുന്ന SX ഓപ്ഷണൽ പ്രോ വേരിയൻറ്റിൻ്റെ ഒരു ചെറിയ ഫുൾ ഡീകോഡ് എന്ന് പറയുന്ന. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ ഡീറ്റെയിൽസൊക്കെ സൈഡിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാം. പ്രൈസ് ഞാൻ ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യാം. സോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.